തിരുവനന്തപുരത്ത് SFIയുടെ ഒരു വേറിട്ട പ്രതിഷേധത്തിന്റെ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ സംഭാരവുമായി ഗവർണർക്ക് റോഡരികിൽ കസേരയിട്ടിരുന്ന് പ്രതിഷേധിച്ച ഗവർണർക്ക് സംഭാരം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതിഷേധ സമരമായിരുന്നു SFI അവിടെ ആസൂത്രണം ചെയ്തത്. എന്നാൽ ആ സമരത്തിലെത്തിയ SFI പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങളുമായി സലീം മാലിക്കാണ് ചേരുന്നത്. സലീം മാലിക്, രാവിലെ 2 മണിക്കൂർ റോഡരികിൽ കസേരയിട്ടിരുന്ന പ്രതിഷേധിച്ച ഗവർണർക്ക് സംഭാരം നൽകിയുള്ള ഒരു മറുപ്രതിഷേധം SFI ആസൂത്രണം ചെയ്തു. അതിനായി എത്തിയവരെ അവിടെ നിന്ന് നീക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതല്ലേ സംഭവിക്കുന്നത്? സലീം മാലിക്കാണ് ചേരുന്നത്. സലീം മാലിക്, അവിടെ പ്രതിഷേധത്തിനെത്തിയ SFI പ്രവർത്തകരെ പോലീസ് മാറ്റുന്നു. ഗവർണറുടെ വാഹനങ്ങളാണോ ഇപ്പോൾ കടന്നുപോയത്? ക്രിസ്റ്റീന, ഗവർണറുടെ വാഹനം ഇപ്പോൾ തൈക്കാട് ഗസ്റ്റ് ഹൗസിലേക്ക് കടന്നുപോയി. പക്ഷേ പോലീസ് കിലോമീറ്ററുകളോളം കോട്ട കെട്ടിക്കാത്തിട്ടും SFI പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധത്തെ അതിജീവിക്കാൻ ഗവർണർക്കായില്ല. ഗവർണർ പോയ വഴിയിൽ പ്രവർത്തകർ പോലീസ് ജീപ്പിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ കരിങ്കൊടി പ്രതിഷേധം കാണിച്ച സമരവീര്യം പുറത്തെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാരണം ഈ കിലോമീറ്ററുകളോളം പോലീസ് ഈ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ നിന്നുള്ള പരിസരത്ത് നിന്ന് ഏറെക്കുറെ 1 കിലോമീറ്ററോളം പരിസരത്ത് പോലീസിന്റെ കോട്ട കെട്ടിക്കാത്തതാണ്. SFI പ്രവർത്തകർ ഇവിടെ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിച്ചതാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതാണ്. പക്ഷേ പോലീസ് ജീപ്പിൽ നിന്ന് പോലും SFIയുടെ സമരവീര്യം കരിങ്കൊടി പ്രതിഷേധം, അതിശക്തമായ പ്രതിഷേധം നേരിട്ടുകൊണ്ട് തന്നെയാണ് ഗവർണർക്ക് തൈക്കാട് ഗസ്റ്റ് ഹൗസിലേക്കും എത്താൻ കഴിഞ്ഞത് എന്നുള്ളത് തന്നെയാണ് വസ്തുത. SFI സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. ആദ്യം നിലമേലിൽ നിന്ന് വെയിലേറ്റ് തളർന്ന ഗവർണർക്ക് സംഭാരം കൊടുത്ത് തിരുവനന്തപുരത്ത് സ്വീകരിക്കും എന്നുള്ളതായിരുന്നു പ്രതിഷേധം. അങ്ങനെ ഓരോ സ്ഥലത്തായി മാറി മാറി നിന്ന് SFI പ്രവർത്തകരെ പോലീസ് രഹസ്യമായി വന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. ആ നിലയിലുള്ള ഒരു പോലീസ് എത്രയും പെട്ടെന്ന് ഗവർണർ എത്തുന്നതിന് മുൻപ് പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ്. പക്ഷേ അത് വിജയിച്ചില്ല. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഗവർണർ എത്തുമ്പോൾ ഒരു പ്രതിഷേധവും ഉണ്ടാകാതിരിക്കാൻ പോലീസ് നടത്തിയ ശ്രമം വിജയിക്കാത്തതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രവർത്തകരെ വിവിധ സ്ഥലങ്ങളിലായി കൂട്ടം കൂടി നിന്ന പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. ആ നിലയിൽ പ്രവർത്തകർ വലിയ തരത്തിലുള്ള സമരം ഓരോ സ്ഥലത്തും ഓരോ പോയിന്റിലുമായി SFI പ്രവർത്തകർ മാറി മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷിയായത്. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാണ്. ഇന്ന് രാവിലെ തുടങ്ങിയതല്ല, ഒരർത്ഥത്തിൽ അത് വളരെ നേരത്തെ തന്നെ SFI ഗവർണർക്കെതിരായ സമരവുമായി തന്നെ രംഗത്തുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇന്ന് രാവിലെയോടുകൂടി ആ സമരം മറ്റൊരു തലത്തിലേക്ക് വീണ്ടും മാറുന്നത് കണ്ടതാണ്. നേരത്തെ തിരുവനന്തപുരത്ത് 1 മാസം മുൻപ് ഗവർണർ കാറിൽ നിന്ന് പുറത്തിറങ്ങി പ്രതിഷേധിച്ചതിന് സമാനമായി ഗവർണർ ഇന്നും SFIയുടെ കരിങ്കൊടി പ്രതിഷേധത്തിന് നേരെ പുറത്തിറങ്ങി. അതിനുശേഷം മണിക്കൂറുകളോളം അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ഒരു ഭരണഘടനാ പദവി നിർവഹിക്കുന്ന ഒരാൾ അങ്ങനെ പ്രതിഷേധിക്കുന്നത് ഒരു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു. അതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്തേക്ക് ഗവർണർ എത്തിയത്. ഗവർണർ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴും ആ പ്രതിഷേധം ഒരല്പം പോലും ക്ഷമിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് പ്രവർത്തകരെ തുടരുക. നമുക്ക് ഷഫീദ് റാവുത്തറിലേക്ക് കൂടെ പോകേണ്ടതായിട്ടുണ്ട്. ഷഫീദ്, അവിടെ ഗവർണർക്ക് സംഭാരം നൽകി പ്രതിഷേധിക്കാനെത്തിയ SFI പ്രവർത്തകരെ പോലീസ് അവിടുന്ന് നീക്കം ചെയ്യുന്നു. എന്നാൽ ഇത്രയധികം സുരക്ഷ ഏർപ്പെടുത്തിയിട്ടും വളരെ മുൻപ് തന്നെ പോലീസ് വാഹനങ്ങൾ അവിടെ എത്തിയിട്ടും പ്രതിഷേധം നടന്നു. ഗവർണറുടെ വാഹനം കടന്നു പോവുകയും ചെയ്തു. ക്രിസ്ത്യന, SFI അവരുടെ സമരവീര്യം പുറത്തുകാട്ടി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. അതിനും അപ്പുറത്തേക്ക് പോലീസ് വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. പക്ഷേ ഗവർണർക്കെതിരെ തിരുവനന്തപുരത്തും SFI പ്രതിഷേധിച്ചു. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരത്ത് ഈ തൈക്കാട് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തും മുൻപ് ഗവർണറുടെ വാഹനത്തിന് നേരെ SFI പതാക വീശിയ പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് നീക്കുന്നതാണ്. വളരെ വ്യത്യസ്തമായ രീതിയിൽ 2 മണിക്കൂർ റോഡിൽ നിന്ന് ഗവർണർക്ക് സംഭാരം നൽകി സ്വീകരിക്കുന്നതടക്കം പറഞ്ഞ് SFI ഇവിടെ തന്നെ തുടർന്നിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതായിരുന്നു. ഈ റോഡ് മുഴുവൻ വലിയ തരത്തിൽ പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടും പ്രവർത്തകരെ ഗവർണറുടെ വാഹനം എത്തും മുൻപ് അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടും ഏതെങ്കിലും തരത്തിൽ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാനില്ല. SFI പ്രവർത്തകർ ആവർത്തിച്ച് പറയുന്നു, കേന്ദ്രസേന അടക്കം വന്നാലും
ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധം തുടരും. അത് ഈ രീതിയിൽ തന്നെ തുടരും. അതിന്റെ ശക്തി ചോരില്ല എന്നുള്ള കാര്യം SFI എടുത്തു പറയുന്നുണ്ട്. ഏതായാലും വളരെ നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ തൈക്കാട് ഗസ്റ്റ് ഹൌസ് പരിസരത്ത് നടന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായത് ഗവർണർ വരും മുൻപ് തന്നെ ഇവിടെ SFI പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ട് വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹം അടക്കം വിന്യസിച്ചിരുന്നു. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ ഭേദിച്ച് ഒന്നോ രണ്ടോ പ്രവർത്തകർക്കെങ്കിലും ഗവർണർക്ക് നേരെ അങ്ങനെ ഒരു പ്രതിഷേധം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് SFI പറയുന്നത്. SFI എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഗവർണർ കേന്ദ്ര സംഘങ്ങളെ കൊണ്ടുവന്ന് വിരട്ടിയാലും SFI ഈ സമര രീതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്നുകൂടി SFI ഇതുകൊണ്ട് അടിവരയിടുന്നുണ്ട്. ഏതായാലും ഗവർണർ അല്പസമയത്തുള്ളിൽ തൈക്കാട് ഗസ്റ്റ് ഹൌസിലെ പരിപാടിയിൽ സംസാരിക്കും. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ ഉണ്ടാകും. സർക്കാരിനെതിരെയും പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും വിമർശനം ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് പുതിയൊരു അപ്ഡേഷൻ കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ അടുത്ത മണിക്കൂറുകൾ മുതൽ CRPF ആയിരിക്കും ഗവർണറുടെ യാത്രയ്ക്കും സംസ്ഥാനത്തെ ഗവർണറുടെ നീക്കങ്ങൾക്കും സുരക്ഷ നൽകുക. അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, പോലീസിനെ സംബന്ധിച്ച് അവരുടെ വീഴ്ച എന്ന രീതിയിൽ സ്വാഭാവികമായും വഞ്ചൂർ ഏരിയ പ്രസിഡന്റാണ് ഇപ്പോൾ ഇവിടെ SFIയുടെ വഞ്ചൂർ ഏരിയ പ്രസിഡന്റാണ് ഇവിടെ സമരം നടത്തി അല്പം മുൻപ് അറസ്റ്റിലായി പോയ ആൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ആ സമരങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് SFI ആവർത്തിച്ച് പറയുന്നുണ്ട്. കൊല്ലത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൊല്ലത്ത് തന്റെ വാഹനത്തിൽ ഹിറ്റ് ചെയ്തു, വാഹനത്തിൽ അടിച്ചു എന്ന് ഗവർണർ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ SFI പ്രവർത്തകർ പിന്നീട് ആ ദൃശ്യമടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞത് ജനാധിപത്യ രീതിയിലുള്ള കരിങ്കൊടി പ്രതിഷേധം SFI നടത്തി. അതിലെന്തിനാണ് ഗവർണർ ഇത്ര വികാരം കൊള്ളുന്നത് എന്നുള്ളതായിരുന്നു SFIയുടെ ചോദ്യം. പക്ഷേ ഗവർണർ അക്കാര്യത്തിൽ തിരികെ പറഞ്ഞ മറുപടി, സംസ്ഥാനത്തിന്റെ ഗവർണർക്ക് ഈ രീതിയിൽ ഇങ്ങനെ സുരക്ഷ ഒരുക്കുകയാണോ പോലീസ് ചെയ്യുന്നത്? മുഖ്യമന്ത്രി നവകേരള സദസ്സിന് പോകുന്നത് നമ്മൾ കണ്ടില്ലേ? മുഖ്യമന്ത്രിയുടെ പ്രതിഷേധത്തിന് ഈ രീതിയിലാണോ സുരക്ഷ ഒരുക്കിയത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ക്ഷുഭിതനായി ഗവർണർ ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ പോലും സ്വാഭാവികമായും ഇന്ന് തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ പ്രത്യേകിച്ച് ഈ CRPFന്റെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവനെ അറിയിച്ച ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ SFI പ്രതിഷേധത്തിന് മയം കുറയും, അല്ലെങ്കിൽ ആ പ്രതിഷേധത്തിൽ നിന്ന് ഒരുപക്ഷെ അവർ വിട്ടുനിൽക്കുമെന്നടക്കമുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമില്ല. ഇനി ആ സർക്കാർ പ്രഖ്യാപിച്ച അതേ നിലപാട്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറഞ്ഞ ഗവർണറുടെ ഷോ സർക്കാരിന് മുൻപിൽ വേണ്ട എന്ന് മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ പറഞ്ഞതാണ്. അതേ നിലപാട് തന്നെ SFI തന്നെ ഉറച്ചു നിൽക്കുന്നു. അവരുടെ സമരത്തിന്റെ അവരുടെ മെറിറ്റ്, അല്ലെങ്കിൽ സമരം അവർ സമരത്തിലേക്ക് എത്താനുള്ളൊരു കാരണം അത് സർവകലാശാലകളിൽ ചാൻസലർ ഇടപെട്ടുകൊണ്ട് സംഘപരിവാർ ആശയങ്ങൾ കുത്തിനിറയ്ക്കുന്നു, അവിടെ ആ രീതിയിലുള്ള പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ് SFIയുടെ ആക്ഷേപം. അതിൽ പ്രതിഷേധിച്ചാണ് SFI സമരം തുടങ്ങിയത്. തിരുവനന്തപുരത്ത് നിന്നായിരുന്നു ആ സമരത്തിന്റെ ഏറ്റവും പ്രധാന വിവാദമായ തുടക്കം എന്ന് പറയാൻ കാരണം, തിരുവനന്തപുരത്ത് എയർപോർട്ടിലേക്ക് ഗവർണർ പോകും വഴിയാണ് കഴിഞ്ഞ മാസം SFI പ്രവർത്തകർ ഗവർണറുടെ വണ്ടി തടഞ്ഞ് കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് വലിയ വിവാദമായി. അന്നു മുതലാണ് സംസ്ഥാനത്ത് തനിക്ക് യാത്ര ചെയ്യാൻ സുരക്ഷയില്ല എന്ന ആക്ഷേപം ഗവർണർ ഉയർത്തിയത്. അതിനൊടുവിൽ ഇന്ന് വീണ്ടും കൊല്ലത്ത് നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു. കൊല്ലത്ത് പ്രതിഷേധത്തിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ പ്രധാനമന്ത്രിയോടും അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോടും അടക്കം ഗവർണർ തന്റെ വിയോജിപ്പും തനിക്ക് സുരക്ഷയില്ല, മതിയായ സുരക്ഷ സംസ്ഥാനത്തില്ല എന്ന ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് CRPF ഇസഡ്+ സുരക്ഷ ഒരുക്കുമെന്ന് രാജ്ഭവനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത്. ആ തരത്തിലുള്ള വിവാദങ്ങൾ പോകുന്നതിനിടെ, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനിടെയാണ് തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തവേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വഴിയിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് തൊട്ടപ്പുറത്തായിരുന്നു ഈ പ്രതിഷേധം നടന്നതിന്റെ. അവിടെ വെച്ച് SFIയുടെ ഭാഗത്ത് നിന്ന് ഇതിന്റെ പ്രതിഷേധം ഉണ്ടാകുന്നത്.